താറാവുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ മുഖത്തെ ശാന്തതയും സമാധാനവും, പ്രസന്നമായ പ്രഭയുള്ള കണ്ണുകൾ, സകലതും ആസ്വദിച്ച് നാണം കുണുങ്ങിയുള്ള മൃദുവായ ചലനങ്ങൾ. തെളിവുള്ള വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പ്രസന്നതയോടുകൂടി നിൽക്കുന്ന താറാവ് ശാന്തതയുടെ പ്രതീകമാണ്. ചെറുതിരമാലകളാൽ അലോസരപ്പെടാതെ നിൽക്കുന്ന താറാവുകൾ കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ പോലും ശാന്തി നൽകും. ഇങ്ങനെ ശാന്തമായി പൊങ്ങിക്കിടക്കുന്ന താറാവുകൾക്ക് പുറകിൽ വലിയ ശ്രമങ്ങളുണ്ട്. അതിൻ്റെ ശരീരത്തിലുള്ള ചെറിയ ഗ്രന്ഥി ചുണ്ടുകൾ കൊണ്ട് ഞെക്കി അതിലൂടെ വരുന്ന എണ്ണമയമുള്ള ദ്രാവകം മണിക്കൂറുകളെടുത്ത് അതിൻ്റെ വിശ്രമ സമയങ്ങളിൽ ചിറകിലുടനീളം പുരട്ടും. ചെറിയ തോതിൽ ലഭ്യമാകുന്ന ഈ എണ്ണ നല്ല സമയമെടുത്താണ് അവയുടെ തൂവലുകളിൽ പുരട്ടുന്നത്. അലസരായി എണ്ണ പുരട്ടാതെ വെള്ളത്തിലിറങ്ങുന്ന താറാവുകൾ മുങ്ങുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി അവയെ വെള്ളത്തിൽ ഉയർത്തി നിർത്തുന്നത് നിരന്തരം വിശ്രമമില്ലാതെ വെള്ളത്തിൻ്റെ അടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലുകളാണ്. ശാന്തമായി അവ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോഴും അവയുടെ കാലുകൾ ഇടപെടാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നൽകുന്ന ആഴമേറിയ ജീവിത പാഠമാണ്. നമ്മുടെ ജീവിതം മുങ്ങിപ്പോകാതിരിക്കുവാൻ നിരന്തരം മുടങ്ങാതെ നമ്മെ പരിചരിക്കേണ്ടതായിട്ടുണ്ട്. നാം വെള്ളത്തിൽ ഉയർന്നു കിടക്കേണ്ടവരാണ്. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നമ്മെ മുക്കിക്കളയാറുണ്ട്. സാഹചര്യങ്ങൾക്ക് കീഴെ നിസ്സഹായരായി ഒതുങ്ങിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളുക, നീ സാഹചര്യങ്ങൾക്ക് മീതെ നീന്തേണ്ടതാണ്. വിവിധ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഉത്കണ്ഠകൾ, വ്യാകുലതകൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നാം മുങ്ങുവാൻ തുടങ്ങും. നമ്മുടെ വിശ്വാസമാകുന്ന കാലുകൾ നിരന്തരം അടിച്ചുകൊണ്ടേയിരിക്കണം. നാം ശാന്തരായി ഉയർന്നു നിൽക്കണം. മുങ്ങുവാൻ തുടങ്ങുമ്പോൾ കാലുകൾ അതിവേഗം അടിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സാഹചര്യങ്ങൾക്ക് മീതെ ഒരു ദൈവവിശ്വാസം ആവശ്യമാണ്. അശുദ്ധമായ അന്തരീക്ഷം നാം തന്നെ സൃഷ്ടിച്ചെടുക്കണം. എന്തെല്ലാം പ്രതികൂലങ്ങൾ ചുറ്റിനും വീശിയടിച്ചാലും വീഴില്ലെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. ചിലരുടെ ജീവിതം വെള്ളത്താൽ നനഞ്ഞതാണ്. അവർ മുങ്ങിപ്പോകുവാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ നിന്റെ ഉള്ളിൽ ദൈവം തൻ്റെ കൃപകളെ പകർന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ എണ്ണ നിന്റെ ഹൃദയത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ദിനം തോറും, മണിക്കൂറുകൾ തോറും, നിമിഷങ്ങൾ തോറും ആ കൃപകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ ജീവിതത്തിൽ എണ്ണ കുറഞ്ഞു പോകരുത്. എന്തുകൊണ്ടാണെന്നോ പ്രതിസന്ധികൾ വരുമ്പോൾ നിന്റെ ചിറകുകൾ പെട്ടെന്ന് നനഞ്ഞു പോകുന്നത്? നിന്റെ ചിറകുകളിൽ എണ്ണമയമില്ല. നിന്റെ കാലുകൾ അടിക്കുന്നില്ല. ദൈവസന്നിധിയിൽ എപ്പോഴും നീ ഹൃദയം പകർന്നുകൊണ്ടേയിരിക്കണം. ജീവിതമേടുകളിൽ പതറാതെ ചാടിയോടി പോകുവാൻ നിനക്ക് ദൈവകൃപ അധികം ആവശ്യമാണ്. ദൈവകൃപ പ്രാപിച്ച് വിശ്വാസത്തിൻ്റെ കാലുകൾ അടിച്ച് ഏത് പ്രതിസന്ധിയിലും മുങ്ങാതെ നിനക്ക് തുടരാം. ആകയാൽ മുഖത്ത് ശാന്തതയും ആത്മവിശ്വാസവും വരട്ടെ. മുഖത്ത് പുഞ്ചിരി വിരിയട്ടെ. ആശങ്കകളും പ്രതികൂലങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം. മനുഷ്യർ നിന്റെ ശാന്തത മാത്രം ദർശിക്കട്ടെ. ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായ ഒരു ദേശം കാണും. കുരരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.